ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ മുമ്പിൽ മല പോലെ നിൽക്കുന്ന വലിയ പ്രതിസന്ധികളെ കണ്ട് നമ്മൾ പലപ്പോഴും നിരാശരാവാറുണ്ട്. എന്നാൽ എല്ലാ അവ്യക്തതകളുടെയും നടുവിൽ എൻ്റെ വഴികൾ മനോഹരമാക്കുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. ഞാൻ ആ കർത്താവിൻ്റെ കരം മുറുകെ പിടിച്ചു കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമായതെല്ലാം എൻ്റെ ദൈവം എനിക്ക് തരും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഞാനല്ല എൻ്റെ വഴികൾ നേരെയാക്കുന്നത്, എൻ്റെ കർത്താവാണ് എൻ്റെ വഴികൾ നേരെയാക്കി തരുന്നത്. ഞാൻ അവിടുത്തെ മുമ്പിൽ ഒരു കൊച്ചുകുഞ്ഞ് അമ്മയുടെ മുമ്പിൽ നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ്. യെശയ്യായുടെ പുസ്തകം 45-ാമത്തെ അധ്യായം 2-ാമത്തെ തിരുവചനം നമ്മോട് പറയുന്നു, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. മലകൾ നിരപ്പാക്കുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ നിനക്ക് മുമ്പേ പോയി നിൻ്റെ മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കും. പിച്ചളവാതിൽ തകർക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇരുമ്പോടാമ്പൽ ഒടിക്കുക അതും എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെയൊക്കെ മുമ്പിൽ അവ്യക്തമായ ഭാവിയും നാളെ എനിക്കെന്ത് സംഭവിക്കും എന്നറിയാനുമൊക്കെ വലിയ ആഗ്രഹം നമുക്കുണ്ട്. എൻ്റെ മുമ്പിലെ ഈ പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടുമോ? എൻ്റെ മുമ്പിൽ മല പോലെ നിൽക്കുന്ന വലിയ പ്രശ്നങ്ങൾ, അത് മാറ്റാൻ ആർക്ക് സാധിക്കും? ഞാൻ പലപ്പോഴും അവിടെ നിന്ന് തിരിച്ചു പോകാമെന്ന് വിചാരിക്കും. പക്ഷേ കർത്താവ് പറയുന്നു, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ഇനി മുന്നോട്ട് എങ്ങനെ പോകും? എല്ലാം ഇവിടെ അവസാനിച്ചു എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇരുമ്പോടാമ്പൽ ഒടിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. പിച്ചളവാതിൽ തകർക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. വലിയ പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എന്നെ താങ്ങുന്ന ഒരു ദൈവം എനിക്കുണ്ട്. മനുഷ്യപ്രയത്നം കൊണ്ട് ഒന്നും സാധിക്കാത്ത നിമിഷങ്ങളിലൂടെ ഞാൻ കടന്നു പോകും. കുറേ നാൾ മുമ്പ് ഒരു മദ്യപാനിയായ പിതാവ് രോഗിയായി തീർന്നു. ഒരിക്കൽ പോലും കുദാശകൾ സ്വീകരിക്കുന്നതിന് അയാൾക്കൊരു താല്പര്യമുണ്ടായിരുന്നില്ല. കുമ്പസാരിക്കാൻ അയാൾക്കിഷ്ടമല്ല. അയാളുടെ അന്ത്യനിമിഷങ്ങൾ അടുത്തപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം എൻ്റെ മുമ്പിൽ വലിയൊരു മല പോലെ നിന്നു. എങ്ങനെ ഇയാളെ ഒന്ന് കുമ്പസാരിപ്പിക്കും? എങ്ങനെ ഇയാളെ ഒന്ന് മാനസാന്തരപ്പെടുത്തും? എങ്ങനെ ഇയാളെ ശുദ്ധീകരണ സ്ഥലത്തിലെങ്കിലും ഒന്ന് എത്തിക്കാൻ പറ്റും? അതൊരു വലിയൊരു വിഷമമായിരുന്നു. കാരണം കുമ്പസാരിക്കാനും കുദാശകൾ സ്വീകരിക്കാനും അയാൾക്കൊരിക്കലും താല്പര്യമില്ല. ഇതെൻ്റെ മുമ്പിലൊരു വലിയ മലയായി നിന്നപ്പോൾ ഒത്തിരി പേര് കൂട്ടായി ചേർന്ന് പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാൾ കുമ്പസാരിക്കാനും കുദാശകൾ സ്വീകരിക്കാനും തയ്യാറായി. കുമ്പസാരിച്ച് കുദാശകൾ സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമമായി. എൻ്റെ ജീവിതം ഞാൻ ഇത്രയും കാലം ഞാൻ വെറുതെ കളഞ്ഞു. ഞാൻ അനുഭവിക്കേണ്ടിയിരുന്ന ദൈവസ്നേഹം മുഴുവനും എനിക്ക് നഷ്ടമായല്ലോ. ഞാൻ നേരത്തെ കുമ്പസാരിച്ചിരുന്നെങ്കിൽ, ഞാൻ നേരത്തെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, ഞാൻ നേരത്തെ വിശുദ്ധ കുർബാന സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് അയാൾക്ക് തോന്നി. അപ്പം മുമ്പിൽ വലിയ മല പോലെ നിന്ന ഒരു വലിയ പ്രതിസന്ധി ദൈവം തന്നെ അത് നീക്കിത്തന്നു. അയാൾ പൂട്ടിയിട്ടിരുന്ന ഹൃദയത്തിൻ്റെ വാതിൽ പിച്ചളവാതിലായിരുന്നോ ഇരുമ്പോടാമ്പലായിരുന്നോ, ദൈവം അത് തകർത്തു.
ഇത് ഒരു മനുഷ്യൻ്റെ അന്ത്യനിമിഷങ്ങളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന നമുക്ക് വിശ്വസിക്കാനും നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റാത്ത തരത്തിലുള്ള വലിയ അത്ഭുതങ്ങളിലൂടെ നമ്മുടെ ദൈവം നമ്മളെ നയിക്കും. ഇതൊക്കെ നോക്കിക്കണ്ട് ദൈവമേ നന്ദി എന്ന് പറയുവാൻ മാത്രമാണ് നമുക്ക് പലപ്പോഴും സാധിക്കുക. ജോഷുവയുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ നമ്മളൊരു മനോഹരമായ സംഭവം കാണുന്നുണ്ട്. ജോഷുവ ജെറീക്കോയിലേക്ക് ചാരന്മാരെ അയച്ച് ജെറീക്കോയെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം ജെറീക്കോ പട്ടണം കീഴടക്കുക, അതാണ് ജോഷുവയുടെ അടുത്ത പദ്ധതി. അപ്പോൾ ഈ ജെറീക്കോ പട്ടണം കീഴടക്കണമെങ്കിൽ പെട്ടെന്നങ്ങ് ചെല്ലത്തില്ല, അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കണം. അതിന് 2 ചാരന്മാരെ ജോഷുവ അയച്ചു. അപ്പം 2-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ അവർ പട്ടണത്തിലെത്തി വേശ്യയായ റാഹാബിൻ്റെ വീട്ടിൽ രാത്രി കഴിച്ചു. നാട് ഉറ്റുനോക്കാൻ ഏതാനും ഇസ്രായേൽക്കാർ രാത്രിയിൽ അവിടെ എത്തിയിട്ടുണ്ടെന്ന് ജെറീക്കോ രാജാവിന് അറിവ് കിട്ടി. അവൻ ആളയച്ച് റാഹാബിനെ അറിയിച്ചു, നിന്റെ അടുക്കൽ വന്നിട്ടുള്ളവരെ വിട്ടുതരിക. റാഹാബ് കുടുങ്ങി. നാടുറ്റു നോക്കാൻ പോയ 2 പേരും അവരും വലിയ കെണിയിലായി. എന്തു ചെയ്യും? രാജ്യദ്രോഹ കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത്. നാടുറ്റു നോക്കാനായി വന്ന ഈ 2 പേരെ റാഹാബ് ആ സേവകർക്ക് ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ അന്ന് അവരുടെ അവസാനമാണ്. മനോഹരമായിട്ട് ഇസ്രായേൽ ജനത്തെ കാനാൻ നാട്ടിലേക്ക് നയിക്കുന്ന ദൈവം ഒരിക്കൽ പോലും ഇങ്ങനെയൊരു പരാജയം നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഈ മുമ്പിൽ വന്ന വലിയൊരു മല ദൈവം ഇടിച്ചു നിരപ്പാക്കുകയാണ്. എങ്ങനെയാണ്? വേശ്യയായ റാഹാബ് അവൾ വളരെ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവളെ കൊണ്ട് ഇങ്ങനത്തെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യിച്ചു. എന്താണ്? അവൾ വീടിൻ്റെ തട്ടിൻ്റെ മുകളിൽ ഈ 2 പേരെ ഒളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, പട്ടണവാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് 2 പേരിവിടെ വന്നിരുന്നു. അവരെവിടെ നിന്ന് വന്നെന്നോ അവരെങ്ങോട്ടാണ് പോകുന്നതെന്നോ അവരുടെ ലക്ഷ്യം എന്താണെന്നോ എനിക്കറിയത്തില്ല. പക്ഷേ പട്ടണവാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് അവർ പോവുകയും ചെയ്തു. തൻ്റെ വീടിൻ്റെ തട്ടിന് മുകളിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ആ 2 പേരെക്കുറിച്ചാണ് റാഹാബ് ഈ വാക്ക് പറയുന്നത്. വളരെ പെട്ടെന്ന് ജോഷുവ അയച്ച 2 പേര് വേഗം ചെന്ന് റാഹാബിൻ്റെ വീട്ടിലേക്കാണ്. ഏതാനും മിനിറ്റുകളുടെ പരിചയം മാത്രമേ ഈ റാഹാബിന് ഈ 2 പേരെക്കുറിച്ച് ഉള്ളൂ. എന്നിട്ടും റാഹാബ് അവരെ രക്ഷിക്കുവാനായിട്ട് പരിശ്രമിച്ചു. കാരണം അവരെ രക്ഷിക്കേണ്ടത് ഒരാവശ്യമാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതയാത്രയിൽ, കാനാൻ നാട്ടിലേക്ക് ഉള്ള യാത്രയിൽ ഒക്കെ വളരെ അനുഗ്രഹമാകേണ്ട കാര്യങ്ങളാണിത്. കാരണം ദൈവമാണ് ഈ പ്രവൃത്തികൾ മുഴുവൻ അവരിലൂടെ ചെയ്യുന്നത്. ദൈവമാണ് അവരെ എല്ലാം കൊണ്ടു നടക്കുന്നത്. അപ്പം ദൈവം ഈ റാഹാബിലൂടെ ഈ വാക്കുകൾ പറയിച്ചു. റാഹാബ് വളരെ സുരക്ഷിതമായിട്ട് അവരെ കാത്തു സൂക്ഷിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം അപകടമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ മലമുകളിലേക്ക് പോയി വേഗം രക്ഷപ്പെട്ടുകൊള്ളുക എന്ന് പറഞ്ഞ് റാഹാബ് വളരെ സുന്ദരമായിട്ട് ഈ 2 ചാരന്മാരെ തിരിച്ചയക്കുകയും ചെയ്തു. ഒരു കേടും കൂടാതെ ദൈവം അവരെ വഴി നടത്തി. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു പാലും തേനും ഒഴുകുന്ന നാട്ടിൽ അവർ പ്രവേശിച്ചത്. അപ്പം അതിനുള്ള യാത്രകളും അതിനുള്ള നടപടികളും വളരെ ദുർഗ്രഹമായിരുന്നു. പക്ഷേ ദൈവം അവിടെയെല്ലാം ഇടപെട്ട് വളരെ മനോഹരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അപ്പം ഇതുവരെയും ഒളിപ്പിച്ചിട്ട് പറഞ്ഞ രാത്രിയിൽ പട്ടണവാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവർ പുറത്തുപോയി എന്ന് പറഞ്ഞ് ആ 2 പേരെ റാഹാബ് രക്ഷിച്ചു. അപ്പം ഇവിടെ വലിയൊരു പ്രതിസന്ധിയും മുമ്പിൽ മല പോലെ നിന്ന വലിയ പ്രതിസന്ധി, ഈ പ്രതിസന്ധി ദൈവം തന്നെ എടുത്തു മാറ്റുകയാണ്. ഇരുമ്പോടാമ്പൽ അവിടെ ഒടിക്കുകയാണ്, പിച്ചളവാതിൽ അവിടെ തകർക്കുകയാണ്. കാരണം ദൈവം അവരെ സംരക്ഷിക്കുന്നു. ഇതൊരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. ജെറീക്കോ രാജാവിൻ്റെ കയ്യിൽ ഈ 2 പേരെ കിട്ടിയിട്ടുണ്ട് എങ്കിൽ അന്ന് അവരുടെ അവസാനമാകുമായിരുന്നു. പക്ഷേ ഈ ജീവൻ മരണ പോരാട്ടത്തിൽ ഈ 2 പേരെ രക്ഷിക്കുവാൻ, ഈ ദേശത്തെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുവാൻ റാഹാബ് എന്ന വേശ്യ ഇസ്രായേൽ ജനത്തെ സഹായിച്ചു. അവൾ ദൈവത്തിനു വേണ്ടി ചെയ്ത മനോഹരമായ ഒരു ശുശ്രൂഷയായിരുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, എപ്പോഴും സുരക്ഷിതത്വം തേടുന്ന സ്വഭാവമാണ് നമ്മുടേത്. നമ്മളൊരു കാര്യം ചിന്തിച്ചാൽ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ, ഈ മൊബൈൽ ഫോണൊന്നും നിലവിൽ വരുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നിന്നും നാട്ടിൽ നിന്നും അനേകർ ജോലിക്കായിട്ടും പഠനത്തിനായിട്ടും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും
വിദേശത്തേക്കുമൊക്കെ പോകാറുണ്ടായിരുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ യാത്രകളൊക്കെ ഒത്തിരിയേറെ ദുർഘടമായിരുന്നു. പ്രിയപ്പെട്ടവർ അപ്പനെയും അമ്മയും പ്രിയപ്പെട്ടവരെയുമൊക്കെ യാത്രയാക്കിയിട്ട് ഇവരവിടെ ദിവസങ്ങൾ കൊണ്ടാണ് എത്തിച്ചേരുന്നത്. ഈ എത്തിച്ചേരുന്ന ഈ ദിവസങ്ങളിൽ മുഴുവനും അവർ പ്രാർത്ഥനയോടെ കാത്തിരിക്കുമായിരുന്നു. അവരവിടെ ചെന്നിട്ട് കത്തെഴുതി ആ കത്ത് ദിവസങ്ങൾ കൊണ്ട് ഇവിടെ വന്നതിന് ശേഷമാണ് അവരുടെ യാത്ര സുഖമായിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടോ എന്നൊക്കെ വീട്ടിലിരിക്കുന്നവർക്ക് അറിയാൻ പറ്റുക. പക്ഷേ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ വ്യത്യാസം വന്നു. ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങിയാൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പം മുതൽ മൊബൈൽ ഫോണിൽ വിളിച്ച് എവിടെ എത്തി, എങ്ങനെയുണ്ട്, സുഖമാണോ, ഇതെപ്പോഴും നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മളൊക്കെ വിവരങ്ങൾ കൃത്യം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വ്യർത്ഥമായ ഒരു സുരക്ഷിതത്വമാണ് നമ്മൾ ഇതിലൂടെ നേടുന്നത്. ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവരൊക്കെ സുരക്ഷിതമായി എവിടെ എത്തി, എങ്ങനെയാണ് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് വ്യർത്ഥമായ ഒരു സുരക്ഷിതത്വ ബോധം നമ്മുടെ ഉള്ളിൽ കടന്നുകൂടി. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ ആ ചൈതന്യം നഷ്ടപ്പെട്ടു. നമ്മളൊക്കെ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് മൊബൈൽ ഫോണുകൾ വിളിച്ച് കാര്യങ്ങൾ അറിയുന്നതിനുള്ള ഒരു ശ്രദ്ധ മാത്രമാണ് ഇന്ന് നമുക്ക് ഉള്ളത്. അങ്ങനെ അറിഞ്ഞുകൊണ്ട് അടുത്ത നിമിഷം എന്ത്, അല്ലെങ്കിൽ ഇവിടെ എന്ത്, എങ്ങനെ നടക്കുന്നു, നമ്മളത് അറിഞ്ഞുകൊണ്ട് ആ വ്യർത്ഥമായ ഒരു സുരക്ഷിതത്വത്തിൽ ഞാൻ അറിഞ്ഞതുകൊണ്ട് മാത്രം എന്തെങ്കിലും ഗുണം എനിക്ക് ലഭിക്കുമോ? അങ്ങനെ ഒരു വ്യക്തമായ സുരക്ഷിതത്വ ബോധത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. നമുക്കെന്ത് സംഭവിച്ചു? അതുമൂലം നമ്മൾ ഈ മൊബൈൽ ഫോണിലുള്ള ആശ്രയത്തിലൂടെ നമ്മൾ ഉപേക്ഷിച്ചത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ വിശ്വാസമർപ്പിച്ച് ആരെയും യാത്രയാക്കാൻ ഇന്ന് നമുക്ക് കഴിയുന്നില്ല. കാരണം ഇറങ്ങിയാൽ ഉടനെ മുതൽ വിളിച്ച് നമ്മൾ ടാക്സിക്കാരൻ തിരിച്ചു വരുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞറിഞ്ഞ് പോവുക. നമ്മൾ ഈ അറിയുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു സുരക്ഷിതത്വവും നമുക്ക് നൽകാൻ പറ്റുന്നില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളുടെയും മുമ്പിൽ നമുക്ക് നിസ്സഹായതയുണ്ട്. ചിലപ്പോഴെങ്കിലും അതിനെ അതിജീവിക്കുവാൻ നമുക്കൊരു പ്രാർത്ഥനയുടെ ചൈതന്യം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ മലകൾ നിരപ്പാക്കി നമ്മളെ നയിക്കുന്ന ദൈവത്തിലുള്ള ഒരു വിശ്വാസവും ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ചൈതന്യവും നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പം ഈ ലോകത്തിൻ്റെ പുരോഗതി, അടുത്ത കാലത്തുണ്ടായ വലിയ ഒരു പുരോഗതി നമ്മളെ നയിച്ചത് നമ്മുടെ വിശ്വാസം ക്ഷയിക്കുന്നതിലും പ്രാർത്ഥനാ ജീവിതം തളർത്തുന്നതിലുമാണ് ഇതൊക്കെ നമുക്ക് സഹായമായിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവത്തിൽ ആശ്രയിക്കുവാൻ പിച്ചളവാതിൽ തകർക്കുന്ന ഇരുമ്പോടാമ്പൽ ഒടിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള ഒരു താല്പര്യം നമുക്ക് കുറഞ്ഞു. ആ വിശ്വാസം നമുക്ക് കുറഞ്ഞു. പണ്ടൊക്കെ നമ്മുടെ വിശ്വാസം ദൈവം രക്ഷിക്കും, തമ്പുരാൻ അവരെ കാത്തുകൊള്ളും, തമ്പുരാൻ അവരെ എത്തിക്കേണ്ടിടത്ത് എത്തിച്ചുകൊള്ളും, ഒരു കുറവും തമ്പുരാൻ അവർക്ക് വരുത്തില്ല. ഈ ഒരു ബോധ്യം, വിശ്വാസം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് ആ വിശ്വാസമില്ല. നമ്മൾ ചോദിച്ച് അറിയുന്നതിലൂടെ അല്ലെങ്കിൽ കണ്ട് അറിയുന്നതിലൂടെ ഒരു വ്യക്തമായ സുരക്ഷിതത്വം നമ്മൾ നേടി അത് നമ്മൾ മുറുകെ പിടിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിലുള്ള അല്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള ചില സാഹചര്യങ്ങളും ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള അവസരങ്ങളും ഒക്കെ നമ്മൾ തട്ടിയെടുത്തിരിക്കുകയാണ്. ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള അവസരം നമ്മളിന്ന് എവിടെയും നമ്മൾ കൊടുക്കുന്നില്ല. തമ്പുരാൻ്റെ പ്രവൃത്തികൾ നോക്കിക്കാണാനുള്ള ഒരു ക്ഷമയും നമുക്ക് ഇല്ലാണ്ട് പോയിരിക്കുന്നു. അപ്പോൾ മോശയുടെ മരണശേഷം ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ജോർദാൻ നദി കടക്കുന്നത് നമ്മൾ ജോഷുവയുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. വാഗ്ദാന പേടകമെടുത്ത് പുരോഹിതന്മാർ മുമ്പേ പൊയ്ക്കൊള്ളുവാൻ ജോഷുവ പറഞ്ഞു. അപ്പം ജോർദാൻ കടക്കാനായിട്ട് കർത്താവിൻ്റെ കയ്യിൽ നിന്നും ഓർഡർ കിട്ടിയപ്പോൾ ജോഷുവ പറഞ്ഞു, പുരോഹിതന്മാർ വാഗ്ദാന പേടകം എടുക്കുക, അത് പിടിച്ച് മുമ്പേ പോവുക. എന്താണ് സംഭവിച്ചത്? പുരോഹിതന്മാർ വാഗ്ദാന പേടകവും എടുത്ത് ജോർദാൻ നദിയിലേക്ക് ഇറങ്ങി പുരോഹിതൻ്റെ കാലിൻ്റെ പെരുവിരൽ വെള്ളത്തിൽ സ്പർശിച്ചപ്പോൾ ജലം 2 സൈഡിലേക്ക് മാറി നിന്നു. ഉണങ്ങിയ സ്ഥലത്തുകൂടെ ഇസ്രായേൽ ജനം ജോർദാൻ നദി കടന്നു. ഈ ഉണങ്ങിയ സ്ഥലത്തുകൂടെ ഇസ്രായേൽ ജനം ജോർദാൻ നദി കടന്ന് അക്കരെ എത്തി. അപ്പം ജോഷുവ പറഞ്ഞു, ജോർദാനിൽ നിന്ന് ഗോത്രത്തിന് ഒരാൾ വെച്ച് ഓരോ കല്ല് എടുക്കുക. ഇന്ന് നിങ്ങൾ രാത്രി പാളയമടിക്കുന്ന സ്ഥലത്ത്
ഈ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരെടുക്കുന്ന 12 കല്ലുകൾ കൊണ്ട് ഒരു സ്മാരകശില നിങ്ങൾ സ്ഥാപിക്കണം. എന്തിനാണ് ഈ സ്മാരകശില? ഭാവിയിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കും, ഈ കല്ലും കൂട്ടം എന്താണ് അർത്ഥമാക്കുന്നത്? ഈ കല്ലും കൂട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? അപ്പോൾ നിങ്ങൾ പറയണം, ഇസ്രായേൽ ഉണങ്ങിയ നിലത്തുകൂടെ ജോർദാൻ കടന്നതിൻ്റെ ഒരു പാവന സ്മരണയാണ് ഇത് എന്ന്. അപ്പോൾ ഇസ്രായേൽ ജോർദാൻ നദിയിലൂടെ ഉണങ്ങിയ നിലത്തുകൂടെ ഇക്കരെ കടന്നപ്പോൾ അവിടെ നിന്നും എടുത്തുകൊണ്ടുവന്ന കല്ലുകൾ അത് കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയതാണ് ഈ സ്മാരകശില എന്ന് നിങ്ങളുടെ മക്കൾ അറിയണം. അതായത് പണ്ട് ജോർദാൻ നദി ഇസ്രായേൽ ജനം ഇങ്ങനെ കടന്നു എന്ന് തലമുറകൾ അറിയപ്പെടണം. അപ്പോൾ ഇങ്ങനെ തലമുറ അറിയുമ്പോൾ ഇങ്ങനെ ഇസ്രായേൽ ജനത്തെ ജോർദാൻ നദി കടത്തിയ ആ ദൈവത്തോട് തലമുറകൾക്ക് ഒരു വിശ്വസ്തതയും നന്ദിയും ഉണ്ടാകും. അത് ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ എന്നെ അനുഗ്രഹിച്ച എൻ്റെ ദൈവത്തോട് എനിക്ക് നന്ദിയുണ്ടാകണം. എൻ്റെ ദൈവം എന്നെ വലുതായി അനുഗ്രഹിച്ചു. എൻ്റെ ദൈവം എന്നെ വലുതായിട്ട് അനുഗ്രഹിച്ചും വലിയൊരാപത്തിൽ നിന്ന് എന്നെ എൻ്റെ ദൈവം രക്ഷിച്ചപ്പോൾ ഞാൻ അതിനൊരു നന്ദിയായിട്ട് എന്തെങ്കിലും കർത്താവിന് കൊടുക്കണം. ഒരു സ്മാരകശില ജോർദാൻ നദിയിൽ നിന്ന് പെറുക്കിയെടുത്ത കല്ലുകൾ കൊണ്ട് ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ എന്താണ് ഇത് അർത്ഥമാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാനായി സ്മാരകശില നിർമ്മിക്കാൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ ജോഷുവയുടെ ആ വാക്കുകൾ എൻ്റെ ജീവിതത്തിലും ഞാൻ കടന്നിട്ടുള്ള ജോർദാനുകളുണ്ട്. ഞാൻ കടന്ന് രക്ഷവന്നു പോന്നിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുടെ നിമിഷങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് ദൈവത്തിന് നന്ദി പറയാനുള്ള സ്മാരകങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം. ഒരിക്കൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഒരിക്കൽ രാത്രിയിൽ പള്ളിമുറിയിൽ ഞാൻ തലയടിച്ച് വീണു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഓർമ്മപ്പിശക് സംഭവിച്ചു. തലയടിച്ച് വീണാലുണ്ടാകാവുന്ന ദുരിതത്തെക്കുറിച്ച് അന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ രാത്രി ഒരു 10 മണി സമയത്താണ് സംഭവം നടക്കുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ വിശ്രമിക്കാനായിട്ട് പോകുമ്പോൾ, ഉറങ്ങാനായിട്ട് പോകുമ്പോൾ ആരോ എന്നെ ഫോൺ വിളിച്ചു. അപ്പോൾ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഒരു അവ്യക്തമായിട്ടാണ്. പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ എന്നോട് ആ വ്യക്തി ചോദിച്ചു, അച്ഛൻ എന്താണ് പറ്റിയത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും പറ്റിയില്ല. പക്ഷേ ഞാൻ വളരെ അവ്യക്തമായിട്ടും പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഞാൻ സംസാരിച്ചപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞു, അച്ഛൻ വേഗം ആരെയെങ്കിലും കൂട്ടി ആശുപത്രിയിൽ പോകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനു പോകണം? ഞാൻ പോയില്ല. പക്ഷേ അന്ന് എനിക്കതിൻ്റെ ഗൗരവം അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ അതിനുശേഷം പിറ്റേ ദിവസം എനിക്ക് വേദന സഹിക്കാതെ വന്നപ്പോൾ ഞാൻ പോയി ഹോസ്പിറ്റലിൽ പോയി സ്കാനൊക്കെ ചെയ്തു. വളരെ കൃത്യമായിട്ട് വലിയ കേടൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം ഞാനൊരു ധ്യാനത്തിന് പോയി. ഒരു കൗൺസിലിങ്ങിൽ ഇരുന്നപ്പോൾ ആദ്യമേ എന്നോട് ചോദിച്ചത്, അച്ഛനെ ദൈവം വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചല്ലോ, അതാണ് ആദ്യത്തെ ചോദ്യം. ഞാൻ ആദ്യമൊന്നും കുറച്ച് നാൾ കഴിഞ്ഞാണ് ധ്യാനത്തിന് പോയത്. അപ്പോൾ എനിക്കൊരു വലിയ പിടുത്തം കിട്ടിയില്ല എന്താണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന്. പക്ഷേ എനിക്ക് അപ്പോൾ തന്നെ അധികം താമസിയാതെ എനിക്ക് ഓർമ്മ വന്നു ഞാൻ രക്ഷപ്പെട്ടത്. ഞാൻ വലിയൊരു വിപത്തിലായിരുന്നു വീഴ്ന്നപ്പെട്ടത്. ഞാൻ ഒറ്റയ്ക്ക് തനിച്ച് പള്ളിമുറിയിലുള്ള ആ സമയത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാമായിരുന്നു. പക്ഷേ എൻ്റെ ദൈവം അതിനെന്നെ വിട്ടുകൊടുത്തില്ല. ഞാൻ വീണ്ടും ജീവിക്കണമെന്നും ഞാൻ വീണ്ടും തമ്പുരാന് വേണ്ടി ശുശ്രൂഷ ചെയ്യണമെന്നും ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം എൻ്റെ ദൈവം അന്ന് എന്നെ രക്ഷിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചതിന് ഞാനൊരു സ്മാരകശില എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കണം. ഞാൻ എന്നും ആ സ്മാരകശിലയെ നോക്കണം. ആ സ്മാരകശിലയെ നോക്കി എൻ്റെ മുമ്പിലുണ്ടായ വലിയൊരു പ്രതിസന്ധി ദൈവം എടുത്തു മാറ്റി എന്നെ അനുഗ്രഹിച്ച കഥകൾ നിത്യവും ഞാൻ ഓർമ്മിക്കണം. ഞാൻ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ ദൈവം പണ്ട് ഇങ്ങനെയൊക്കെ എന്നെ രക്ഷിച്ചിട്ടുണ്ട് എന്ന് ഞാൻ തന്നെ ഓർത്ത് വിവിധങ്ങളായ സാഹചര്യങ്ങളിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ സ്മാരകശിലകൾ നിർമ്മിക്കണമെന്ന് ജോഷുവയിലൂടെ ദൈവം ആവശ്യപ്പെട്ടതും ജോഷുവ അങ്ങനെ ആ ജനത്തെ കൊണ്ട് ചെയ്യിച്ചതും അവരുടെ ജീവിതം മുഴുവനും നോക്കിക്കാണാൻ ഈ സ്മാരകശില. ഇതുപോലെ എൻ്റെ ജീവിതത്തിലും
നിങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം അനുഗ്രഹിച്ച കഥകൾ നോക്കിയിട്ട് അതിനൊക്കെ ഓരോ അനുഗ്രഹത്തിനും ഓരോ സ്മാരകശില സ്ഥാപിച്ച് നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ നന്ദിയുടെ ജീവിതം വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റും. വീണ്ടും വീണ്ടും ദൈവം മലകൾ നിരപ്പാക്കിയതിൻ്റെ പരിശുദ്ധമായ ഓർമ്മ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അനുഗ്രഹിക്കപ്പെടുകയാണ്. എന്നെ അനുഗ്രഹിച്ച ദൈവത്തിന് ഞാനൊരു കാഴ്ച കൊടുക്കണം. എന്നെ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാനൊരു സ്മാരകശില നിർമ്മിക്കണം. ഇവയെ നോക്കി നോക്കി ദൈവത്തിന് എന്നും നന്ദി പറയുവാനുള്ള എൻ്റെ ജീവിതം മുന്നോട്ട് പോയപ്പോൾ മലകൾ നിരപ്പാക്കിയ കഥകൾ, പിച്ചളവാതിലുകൾ തകർത്ത കഥകൾ, ഇരുമ്പോടാമ്പലുകൾ ഉദിച്ച കഥകളെ എനിക്ക് നിത്യവും ഓർമ്മിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോഴാണ് എൻ്റെ ആത്മീയ ജീവിതം യഥാർത്ഥത്തിൽ പുഷ്പിക്കുന്നത്. നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഭയമാണ്. ജീവിതം ഒത്തിരി ഭയപ്പെട്ടാണ് നമ്മൾ മുന്നോട്ട് നിൽക്കുക. ഈ മലകൾ നിരപ്പാക്കാൻ പറ്റുന്ന ഒരു ദൈവം എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടേണ്ട ഒരാവശ്യമില്ല. എനിക്ക് എന്നെ ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ. ഇത് നമുക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ വലിയൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഓരോ ദിവസവും മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ആശ്വാസം. എനിക്കൊരു മാരക രോഗം വന്നാൽ, എനിക്കൊരു വലിയൊരു ചികിത്സ വേണ്ടി വന്നാൽ, അല്ലെങ്കിൽ എനിക്കൊരു വലിയ യാത്ര നടത്തേണ്ടി വന്നാൽ, അവിടെയെല്ലാം താങ്ങായിട്ട് എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. ഇത് വിശ്വസിക്കുവാനായിട്ട്. കാരണം ഈ ദൈവം എനിക്ക് മലകൾ നിരപ്പാക്കി തരുന്ന ദൈവമാണ്. അപ്പം ഭൗതിക വഴിയെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാതെ ഭൗതിക വഴിയെ നമ്മൾ ഒരുപാട് യാത്ര ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കുറയും, നമ്മുടെ വിശ്വാസം ക്ഷയിക്കും, നമ്മൾ ഭൗതിക മനുഷ്യരായിത്തീരും. അപ്പം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വേണം നമ്മൾ നിത്യം ജീവിക്കുവാൻ. ജെറമിയായുടെ പുസ്തകം 29-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനം ഇങ്ങനെ നമ്മോട് പറയുന്നു: നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കാൻ നമുക്ക് കഴിയണം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ കണ്ടെത്തുക. നമ്മളൊരിക്കലും പൂർണ്ണ ഹൃദയം ദൈവത്തിന് കൊടുക്കാറില്ല. നമ്മളെ ഹൃദയത്തെ വിഭജിച്ച് ഹൃദയത്തിൻ്റെ വിവിധങ്ങളായ കോണുകളിൽ നമ്മൾ ഓരോന്നോരോന്ന് സ്ഥാപിച്ച് നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും കൊണ്ട് നമ്മുടെ ഹൃദയം നമ്മൾ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ കാരണം. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ഒരിക്കലും എൻ്റെ ദൈവത്തെ അന്വേഷിക്കാറില്ല. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കാറില്ല. ഞാൻ ആരെയെങ്കിലുമൊക്കെ സ്നേഹിച്ച്, ലോകത്തിലെ സമ്പത്തിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ഞാൻ സ്നേഹിച്ച് അതിൻ്റെ ബാക്കി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് ജെറമിയ 29:12 പറയുന്നത്: നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിയമാവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്: ഇസ്രായേലെ കേൾക്കുക, നിൻ്റെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണം. എൻ്റെ ഹൃദയം വിഭജിക്കപ്പെട്ടതാവുവാൻ, എൻ്റെ ഹൃദയത്തിൽ പല അറകളുണ്ടാകാനും അതിൽ ഒരറയിൽ ദൈവത്തെ പ്രതിഷ്ഠിക്കുന്ന ഒരു സ്വഭാവം ദൈവം ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഹൃദയം പൂർണ്ണമായും കർത്താവിന് വേണം. എൻ്റെ ഹൃദയം മുഴുവനായും ഈശോയ്ക്ക് വേണം. എൻ്റെ ജീവിതത്തിൻ്റെ പകുതിയായിട്ട് ഈശോയ്ക്ക് വേണ്ട. എൻ്റെ ജീവിതം മുഴുവനായിട്ടുമാണ് തമ്പുരാൻ ആവശ്യപ്പെടുന്നത്. അത് കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അത് കൊടുക്കുമ്പോഴാണ് എൻ്റെ മുമ്പിൽ മലകൾ വരുമ്പോൾ എനിക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കി പിച്ചളവാതിലുകളൊക്കെ തകർത്ത് ഇരുമ്പോടാമ്പൽ ഒടിച്ചുകൊണ്ട് എൻ്റെ ദൈവം എന്നെ നയിക്കുന്നത്. ഇത് അനുഭവിക്കേണ്ട ഒരു സൗഭാഗ്യമാണ്. നമ്മൾ അനുഭവിച്ച് മാത്രം മനസ്സിലാക്കേണ്ട ഒരു സൗഭാഗ്യമാണ്
ദൈവത്തിൻ്റെ ഈ സംരക്ഷണവും സുരക്ഷിതത്വവും. ഇതനുഭവിക്കുക ഈ ഭൂമിയിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള തമ്പുരാനെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെല്ലാം ഒരുപാട് കൃപകൾ അങ്ങിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ഓരോ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ സ്മാരകശിലകൾ നിർമ്മിച്ചിട്ടില്ല. ആ സ്മാരകശിലകളെ നോക്കി അങ്ങേക്ക് നന്ദി പറഞ്ഞിട്ടില്ല, അങ്ങയെ വാഴ്ത്തിയിട്ടില്ല. ദൈവമേ, ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് അനുഗ്രഹിക്കുന്ന ഓരോ അനുഗ്രഹത്തിനും സ്മാരകശിലകൾ നിർമ്മിച്ച് ആ സ്മാരകശിലകളെ നോക്കി ദൈവമേ നന്ദി എന്ന് നിത്യവും പറയാൻ തക്ക വിധം ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവത്തിൻ്റെ മഹത്തായ പ്രവൃത്തികൾക്ക് എന്നും നന്ദി പറഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.